ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ അതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ചായക്കുള്ളത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ചായക്ക് വെച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഞാൻ അതാ ചോറിനുള്ള വെള്ളം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ലഞ്ചും കൂടി റെഡിയാക്കണം എന്നാണ് പ്ലാന്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർന്ന് കിട്ടും, കുറേ ഫ്രീ ടൈം കിട്ടും. നമുക്ക് ക്ലീനിങ്ങിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കും കുറേ ടൈം ബാക്കിയുണ്ടാവും കേട്ടോ. അപ്പോൾ ചായ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ സമയമുള്ളതുപോലെ തോന്നലുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേൽക്കാത്തവർ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പണികളൊന്നും വേഗമൊന്നും തീരുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഒരു 10 മണിക്ക് ശേഷം ചെയ്യുന്ന ജോലിയും രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ജോലികൾ തീർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അരി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ അതാ ഞാൻ ചായ കുടിക്കലാം. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സമയമല്ലേ രാവിലെ, നല്ല കൂളായിട്ട് നമ്മൾ ഒന്ന് കാമായിട്ട് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കലാം. അപ്പോൾ തലേദിവസം ഞാൻ പിറ്റേന്നേക്കുള്ള തേങ്ങയൊക്കെ ചിരകി വെക്കാറുണ്ട്. അങ്ങനെ പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പുട്ടിനും പിന്നെ ലഞ്ചിനേക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് പുട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയറും മത്തനും കൂടി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം ഞാൻ ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി മത്തനും ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപയറൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ, കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. എൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഒരു വീട് പുതുതായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ പണിക്കാർ ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലല്ല, ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് ഇത് അടുത്തായിട്ട് കാണുന്നത്. കുറച്ച് ദൂരെയാണ്. അപ്പോഴേക്കും ഇതാ ഫാത്തി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അവളൊരു ഹോംവർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. മലയാളം അവൾക്ക് കുറച്ച് ടഫാണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ 2 വരി എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് അങ്ങനെ ഒറ്റയ്ക്ക് എഴുതുന്നുണ്ട്. പുട്ടതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ആ ചോറ് റെഡിയായി അന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പം അതാ 2 പ്രാവശ്യമായിട്ട് ഞാൻ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പഴം ഉണ്ട് കേട്ടോ. റോബസ്റ്റ പഴം വാങ്ങിയതുണ്ട്, അത് കൂട്ടി കഴിക്കാൻ എന്നാണ് ഇഷ്ടം. അപ്പോൾ കറിയൊന്നും പ്രത്യേകിച്ച് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, അവരങ്ങനെ കഴിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ കറി അവിടെ ഞാൻ വിസിലൊക്കെ വന്ന് ഓഫാക്കിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട കാന്താരി വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്കിവിടെ ഒരു കാന്താരി തൈ ഉണ്ട് വലിയത്, പക്ഷെ ഇപ്പം അതിലൊന്നും ഇല്ല. അപ്പം അത്യാവശ്യം ത്തിന് മാത്രം അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ചെറുപയറും മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അതാ തേങ്ങയും കാന്താരിയും പിന്നെ കുറച്ച് ജീരകം കൂടി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കലാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് ഒരുപാട് പാത്രങ്ങളായിട്ടുണ്ട്. അതെല്ലാം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ എന്താ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. മീൻ തലേദിവസം മുറിച്ച് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ ഞാൻ ഒന്ന് കഴുകി വരഞ്ഞെടുത്തിട്ട് ഒന്ന് മസാല തേക്കുന്നുണ്ട്. ഇത് ഈവനിങ്ങിലേക്ക് ഞാൻ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. കൽമാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ അയില ഞാനൊരു 4 എണ്ണം അങ്ങനെ മസാല വരക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് അയില ഒന്ന് വറ്റിച്ചെടുക്കണം, മുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പം ബാക്കിയായിട്ടില്ല മുളകും കൂടി ചേർത്തിട്ട് അതാ കുറച്ച് പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മുളകും കുറച്ച് പുളിയുമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് വാഴയില വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മൺചട്ടിയിൽ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ആ പുളി പിഴിഞ്ഞ കുറച്ച് വെള്ളം അത് മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പം ആദ്യം ഒന്ന് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത് അപ്പോഴേക്കും മോൾക്ക് പോകേണ്ട ടൈമായിട്ടുണ്ട്. ഞാൻ അവളെ റെഡിയാക്കിയിട്ട് വിട്ടിട്ട് വരാം.
അപ്പോൾ അതാ നമ്മളെ മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനതിൽ 2-3 കാന്താരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആട്ടോ കുക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അത് അവിടുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും ആ മക്കൾ പോയിട്ടുണ്ട്, 2 കൂടി പോയി. പിന്നെ ഫുൾ ഫ്രീ ടൈമാണ് എനിക്ക് ക്ലീനിങ്ങിനൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ മുമ്പിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ തൽക്കാലം ഒരു അയൽ കെട്ടിയിട്ട് അവിടെ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മസാല പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊന്നും മീൻ വറ്റിക്കാത്തവർ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇത് എനിക്ക് പെങ്ങൾ പറഞ്ഞു തന്നൊരു റെസിപ്പി ആട്ടോ, നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും ഒക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് കിച്ചണൊക്കെ മൊത്തത്തിൽ ഇന്ന് വേഗം ക്ലീൻ ചെയ്തിടണം. പിന്നെ ഒന്ന് അകമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുക, അതുപോലെ കിച്ചണിൻ്റെ സിങ്ക് ക്ലീൻ ചെയ്യുക, അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ടതാണ്. അതുപോലെ വാഷ് ബേസ് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാലേ വീട് ഒരു ഭംഗിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്നാൽ ഫസ്റ്റ് ശ്രദ്ധിക്കുക നമ്മളെ ഗ്യാസും സിങ്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും ഇതൊന്നും വൃത്തിയാക്കാതെ ഇടുകയാണെങ്കിൽ ഒരു ഭയങ്കര വൃത്തികേട് തന്നെ ആയിരിക്കും. അപ്പോൾ ഡെയിലി അതെല്ലാം ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുക്കുക. എണ്ണമയം എന്തായാലും ഉണ്ടാവും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് സോപ്പിട്ട് റബ്ബ് ചെയ്ത ശേഷം ഒന്നൊരു ക്ലോത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ വണ്ണാമ്പല ഇടയ്ക്ക് ഉണ്ടാവും, ആഴ്ചയിൽ ഒരു തവണ ഈ ഗിൽസിൻ്റെ ഇടയിൽ എന്തായാലും ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാൻ നോക്കലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് സോപ്പിട്ടിട്ടൊന്ന് കഴുകും. നന്നായിട്ട് സോപ്പ് പതിപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാലേ അത് നല്ല ഗ്ലൈസിങ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ക്ലീനായിട്ട് കിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൈപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊന്ന് വലിച്ച് വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ചെയ്യാൻ ശ്രദ്ധിക്കലുണ്ട്. പിന്നെ മീനും ഇറച്ചിയും എല്ലാം കഴുകുന്നതല്ലേ, ഇവിടെയൊക്കെ എന്തായാലും അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തായാലും ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലുള്ള ഈ വാളും ഒക്കെ ഞാൻ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ട്. സ്വിച്ച് ബോർഡും പിന്നെ നമ്മുടെ വാട്ടർ ഫിൽറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോവാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത്ര ഒരു വൃത്തികേടായിട്ട് ഇരിക്കില്ല. എപ്പോഴെങ്കിലും കുടുംബം ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് മണ്ണും പൊടിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടോ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ പണിയൊന്നുമില്ല. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അതുകൊണ്ട് ഞാനിതാ ഈ ഗിൽസൊക്കെ ഒന്ന് അടച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഇനി അകത്ത് ഉള്ള ക്ലീനിങ് ഫുള്ളുണ്ട് അത്രേ. ടേബിൾ തുടക്കാനും പിന്നെ സോഫയിൽ ഞാൻ രാവിലെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മക്കൾ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിരിച്ചിടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് ലിക്വിഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കംഫർട്ട് വിനാഗിരിയും ഒക്കെ വെച്ചിട്ടൊരു മിക്സാണത്. നല്ല സ്മെല്ലുമാണ്. നമുക്ക് ടേബിളും ഇതൊക്കെ തുടക്കാൻ നല്ലതാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ടേബിളും കാര്യമൊക്കെ തുടക്കുന്നുണ്ട്. പുട്ട് കഴിച്ചുകൊണ്ട് തന്നെ പൊടിയാണ്, ചെയറിലും ടേബിളിലും എല്ലാം പൊടിയുണ്ട്. അതുപോലെ ഈ ഒരു കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പും ഒന്ന് തുടച്ചിടുന്നുണ്ടേ. അപ്പോൾ ഇനി ബെഡ്റൂമെല്ലാം ഒന്ന് വിരിച്ചിടാനുണ്ട്. പക്ഷേ ഇത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളും കൂടി എഴുന്നേറ്റ് വന്ന ശേഷം ഞാനൊന്ന് ബെഡ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പണിയില്ല. ആ മക്കളുടേത് അവർ വിരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പം കുറേയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് നേരെയാക്കി വിരിക്കണം, അങ്ങനെയൊക്കെയുള്ളൂ.
അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരാനും തുടക്കാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യലാം. അപ്പോൾ അതിനിടയിലുള്ള വാഷ് ബേസും കൂടി ഞാൻ ഒന്ന് കഴുകിയിടുന്നുണ്ട്. അപ്പോൾ കഴുകിയ ശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഇടുക. സൈഡും മിററും പൈപ്പും എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി ഇടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കാണാൻ നല്ലൊരു വൃത്തിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഈ വർക്കേരിയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി ഫുള്ള് കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് കുളിക്കാനേ ഉള്ളൂ. കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞാലും കുറേ സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. പിന്നെ കേക്കിൻ്റെ പണിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ വീഡിയോസൊക്കെ കാണാനുള്ളതൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് ടൈം പോവാറ്. പിന്നെ ഇതാ വീടൊക്കെ നല്ല നീറ്റായി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്